പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റേത് തീർത്തും ഒരു കൊലപാതകം തന്നെ എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള പലതും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകുന്ന സൂചനകൾ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. തൂങ്ങി മരണത്തിൽ സംഭവിക്കുന്ന രീതിയിലുള്ള പരിക്കുകൾ സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ആദ്യത്തേത്. ബോധരഹിതനായിരിക്കുന്ന സമയത്ത് കഴുത്തു ഞെരിക്കുകയോ ശ്വാസം മുട്ടിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക്, സിദ്ധാർത്ഥിന്റേത് തൂങ്ങി മരണം എന്ന് വാദിക്കുന്നവരോടാണ്. സിദ്ധാർത്ഥിന്റെ മരണം സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ ആ മരണം ഒരു തൂങ്ങി മരണമാകാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. തൂങ്ങി മരണത്തിൽ സംഭവിക്കുന്ന പരിക്കുകൾ ഒന്നും തന്നെ ആ കഴുത്തിൽ ഉണ്ടായിരുന്നില്ല. തീരെ അവശനായപ്പോൾ അല്ലെങ്കിൽ ബോധരഹിതനായി കിടന്നപ്പോൾ സ്ട്രാങ്കുലേറ്റ് അല്ലെങ്കിൽ സ്മൂത്തറിംഗ് ചെയ്ത ലക്ഷണങ്ങളാണ് ശരീരത്തിൽ കാണുന്നത്. അതായത് സിദ്ധാർത്ഥ ബോധരഹിതനായിരുന്ന സമയത്ത് തൊണ്ടയ്ക്ക് അല്ലെങ്കിൽ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതായിട്ട്. ഇനി ഇവിടെയാണ് എന്റെ ചോദ്യം. 3 ദിവസമായി ഒരിറ്റു വെള്ളം പോലും അകത്തു ചെല്ലാതിരുന്ന ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് സ്വയമേ മുകളിൽ ഒരു കുരുക്കിട്ട് തൂങ്ങി മരിക്കുന്നത്? 3 ദിവസം പോയിട്ട് 24 മണിക്കൂറിനപ്പുറം വെള്ളത്തിന്റെ ഒരു അംശം പോലും നമ്മുടെ ശരീരത്തിൽ ഇല്ലാതിരുന്നാൽ നമുക്ക് എണീറ്റ് നിൽക്കാൻ പോലും കഴിയില്ല എന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ തളർന്നു വീണു പോകും. അങ്ങനെയുള്ള ഒരാൾ 3 ദിവസമായിട്ട് ഒരിറ്റു വെള്ളം പോലും ഒന്ന് തൊണ്ട നനയ്ക്കാൻ പോലും കിട്ടാത്ത സിദ്ധാർത്ഥ് എങ്ങനെയാണ് സ്വയമേ കയറി തൂങ്ങുന്നത്? എങ്ങനെയാണ് സിദ്ധാർത്ഥ തന്റെ ജീവൻ ഒടുക്കുന്നത്? പിന്നെ മറ്റൊന്ന്, റിമാൻഡ് റിപ്പോർട്ടിൽ സ്വയം കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ് കാണുന്നത്. ആ റിപ്പോർട്ടും ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തീർത്തും തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും. വിവേകപരമായുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് എഴുതിയിരുന്നുവെങ്കിൽ തീർച്ചയായും അതിൽ പറയുക സ്വയമേ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ കൂടി മരിച്ച കുട്ടിയുടെ ശാരീരിക വശങ്ങൾ വച്ച് നോക്കുമ്പോൾ ആത്മഹത്യ എന്നതിനപ്പുറം അതൊരു കൊലപാതകം എന്നുള്ളതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അന്വേഷിക്കപ്പെടേണ്ട ഒരു കേസായിട്ട് തോന്നുന്നു എന്ന് അദ്ദേഹം എഴുതേണ്ടിയിരുന്നു. എന്നാൽ അതിനു പകരം ആ ഉദ്യോഗസ്ഥൻ ചെയ്തത് മറിച്ചാണ്. അതിനെ ബോധപൂർവം കരുതിക്കൂട്ടി പിശക് വരുത്തി എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഒരു ഭാഗം ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ആ അമ്മയ്ക്കും അച്ഛനും അതെങ്കിലും ഒരു സമാധാനമായേനെ. റിമാൻഡ് റിപ്പോർട്ടിലെ ഈ മനഃപൂർവ്വമുള്ള പിശകിന് ശേഷമാണ് മാധ്യമങ്ങളും സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളും ഇതിനെതിരെ രംഗത്തെത്തിയത്. ഇപ്പോൾ SFI മാപ്പൊക്കെയായി രംഗത്ത് വരുന്നുണ്ട്. എന്തിനാണ്, ആർക്കു വേണ്ടിയാണ്? ന്യായങ്ങൾ അക്കമിട്ട് നിരത്തി മതിയായോ നിങ്ങൾക്ക്? അതോ ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പ് തോന്നിയിട്ടാണോ ഈ നാടകമൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്?